അളിയാ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, ഇപ്രാവശ്യം ഞാൻ കുറെ പുതിയ റെസൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അളിയാ 2023 മൂഞ്ചി, പക്ഷെ 2024 ഞാൻ കുറച്ച് നല്ല റെസൊല്യൂഷൻസ് ആയിട്ടാണ് വന്നേക്കണേ. തുടങ്ങിയല്ലേ? എടാ, എല്ലാ വർഷവും പറയും പോലെ അല്ല, ഇപ്രാവശ്യം നമ്മൾ റെസൊല്യൂഷൻസ് അങ്ങ് ഫോളോ ചെയ്യും. ആദ്യം വെള്ളം ഓടി അങ്ങ് നിർത്തും, എന്നിട്ട് കഞ്ചാവടി അങ്ങ് തുടങ്ങും. അയ്യേ, ഇത് അതേ കണക്കൊന്നുമല്ല, സീരിയസ് ആണ്. ഞാൻ നന്നായി, ഇനി നിന്നെ കൂടെ നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സീരിയസാ? അപ്പീഫിസ് കുടിച്ചോണ്ടിരുന്ന ഞാൻ ഇപ്പൊ ജവാനാണ് അടിക്കുന്നത്. കൊച്ചു തലയണാന്ന് പറഞ്ഞ് കൂളെടുത്തവ എന്റെ ചുണ്ടി വെച്ച് തന്നു. ഇതെല്ലാം പോട്ടെ, പച്ചമാങ്ങ ഉപ്പ് മുക്കി തിന്നോണ്ടിരുന്ന ഞാൻ ഇപ്പൊ ബ്രൗൺ ഷുഗർ മുക്കിയാണ് പച്ചമാങ്ങ തിന്നുന്നത്. ഇതെല്ലാത്തിനും കാരണം അവൻ നന്നായെന്ന്. ഇതെല്ലാം പോട്ട്, കഴിഞ്ഞ വർഷം എടാ, ഞാൻ കുടിക്കത്തില്ല, ഞാനല്ല, നമ്മളിനി കുടിക്കത്തില്ല, സത്യം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്തിനാടാ എന്നെ കൂടി പെടത്തണത്? എടാ നോക്കിക്കോ. വേണ്ട, നമ്മളിത് നിർത്തി. ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ. ന്യൂ ഇയർ ആയിട്ട് അടിക്കാനും പറ്റിയില്ല, കയ്യൊക്കെ വിറയ്ക്കുന്നു. അവന് സത്യമായിട്ട് മോനെ റെസൊല്യൂഷൻ അടിയാ, ഞാൻ അടിച്ചില്ല. എടാ, അടിയും കുടിയൊക്കെ വിട്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഈ വർഷം നമുക്കൊരു പെൺകൊച്ചൊക്കെ ആവാം, അതിനുള്ള പക്വതയൊക്കെ ആയി. കഴിഞ്ഞ ദിവസത്തെ റെസൊല്യൂഷനിൽ നമ്മൾ സിഗ്മയായിരുന്നേ, ഒരു പെണ്ണിന്റെ മുഖത്തോട് നോക്കിയിട്ടില്ലേ? സിഗ്മയാ? കൺഗ്രാജുലേഷൻ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ കാര്യം നമ്മളിൽ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മോളെ, ഇനി അച്ഛൻ പറഞ്ഞ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ കഴുത്ത് നീട്ടി തന്നാൽ മാത്രം മതി കെട്ടാൻ. മോളെ, ഈ വരുന്ന 24, എനിക്ക് നിനക്ക് 22. നീ എസ് പറഞ്ഞ സിംഗത്തി കെട്ട്. വേണ്ട, എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്. ഓ, നീ ആലോചിക്കായിരിക്കും. എടാ, അതൊക്കെ വിട്, ഈ വർഷം നമ്മൾ എന്തായാലും നന്നായിരിക്കും. അളിയാ, നീ മനസ്സിലാക്കാത്തോണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. കൂട്ടിയാ കൂടുന്ന കേസല്ല. കഴിഞ്ഞ വർഷം എന്താണ് നമ്മൾ ചെയ്തത്, അത് തന്നെ ഈ വർഷം നമ്മൾ ചെയ്യും. നീ ഇതേ റെസൊല്യൂഷനായിട്ട് അടുത്ത വർഷം വരും. മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എടാ, നീ ആ ബിൽഡിംഗ് കണ്ട? 4 മാസം കഴിയുമ്പോൾ ഫ്ലാറ്റ് ആവുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? എന്നാ നീ വിശ്വസിക്കണം, ഇത് ഫ്ലാറ്റ് ആവും. എൻ്റെ ചേട്ടനാണ് എഞ്ചിനീയർ. എടാ, ഇതേ കണക്കെന്താ നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. അപ്പൊ ന്യൂ ഇയർ ആകുമ്പോ കുടുംബത്തോടെ കൺവിൻസ് ചെയ്യാൻ ഇറങ്ങും. അല്ല, നീ ഇങ്ങ് വന്നേ. നിനക്ക് ഇപ്പൊ പറഞ്ഞ ഒന്നും മനസ്സിലല്ല. നമുക്ക് ബാറിൽ അടിച്ചിട്ട് സംസാരില്ല. അല്ല, ഷാപ്പില്ല, അല്ല, വീട്ടില്. ரெடி சொல்லி பாசம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தே